എല്ലാവർക്കും MACയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മലയാളം പടം ഇപ്പം ഒരുപാട് വിജയത്തോടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ മാസത്തെ ഒരു എപ്പിസോഡ് പറയുവാണെങ്കിൽ വളരെ മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് നമ്മുടെ മലയാളം പടം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ മലയാളം പടത്തിന് ശനിദശ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. ആര് വന്നാലും വിജയിക്കുന്നില്ല, മൊത്തം ഫ്ലോപ്പിൻ്റെ അങ്ങേയറ്റത്താണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ 2024 ആ ശുക്രനെ അങ്ങ് മാറി നമുക്ക് കറക്റ്റ് ഉദിച്ച് നിൽക്കുകയാണെന്ന് പറയത്തില്ലേ, രാശി ഉദിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ മാസം തന്നെ മമ്മൂട്ടിയുടെ പടം, മോഹൻലാലിൻ്റെ പടം, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ വർഷം നമുക്ക് ഹിറ്റായി കഴിഞ്ഞു. ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ ആടുജീവിതം 100 കോടി എത്തിയിരിക്കുന്നു. അതും അതിവേഗം 100 കോടിയിലെത്തിയിരിക്കുന്ന മലയാളം മൂവിയാണ്. അത് 8-9 ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് 100 കോടി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് മലയാളം മൂവിക്ക് അഭിമാനമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ് നമുക്ക് എടുത്തു പറയാം. അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, അതും 100 കോടി. പ്രമേയുഗം നല്ലൊരു കളക്ഷനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ നേര്, അതുപോലെ തന്നെ ഏറ്റവും പ്രമേയത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹിറ്റായിട്ടുള്ള ഒരു മൂവിയായിരുന്നു നമ്മുടെ പ്രേംലു. അങ്ങനെയുള്ള ഒരുപാട് മൂവി നല്ല കളക്ഷനോടെ തന്നെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ മാസം, അതായത് ഏപ്രിൽ മാസം, ഒരുപാട് നല്ല മൂവിയായിട്ട് നമ്മുടെ തിയേറ്ററിൽ വരാൻ പോവാണ്. വേനൽ ആഘോഷം അടിച്ചു പൊളിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഏത് മൂവി കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ഇടുക. പിന്നീട് അതുപോലെ തന്നെ മറക്കരുത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിയേറ്റർ എവിടെ പോയി കാണാനാണ്, ആ മൂവി എന്തുകൊണ്ടാണ് ആ തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള എക്സ്പീരിയൻസ് എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന തിയേറ്ററിൻ്റെ പേരാണ് കേട്ടോ. നമുക്ക് ഏതൊക്കെ മൂവിയാണ് വെക്കേഷൻ കാലത്ത് അടിച്ചു പൊളിക്കാൻ കിട്ടുന്നത് നമുക്ക് നോക്കിയാലോ ജസ്റ്റ് ഒന്ന്. അതായത് 11-ാം തീയതി, വെറും 2 ദിവസം നമുക്കിനിയുള്ളത്. ഏതൊക്കെ മൂവിയാണ് ഇറങ്ങാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയ മൂവിയായിട്ടുള്ള ആവേശമാണ്. അതൊരു വമ്പൻ ഹിറ്റിലോട്ട് തന്നെ ആയിരിക്കും പടം പോകുന്നതെന്നും യാതൊരു മാറ്റമില്ല. എന്നാ മോനെ എന്ന് പറയുന്നൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്, അതെല്ലാം വേറൊരു ലെവലായിരിക്കും. പടം കോമഡിയും കാര്യങ്ങളും ആക്ഷനും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പടം തന്നെ ആയിരിക്കും. ഒരു ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ചിരിച്ചറമാദിക്കാൻ വെക്കേഷന് കിട്ടുന്ന ഒരു മൂവി തന്നെ ആയിരിക്കും നമ്മുടെ ആവേശം. എടുത്തു പറയേണ്ട മാറ്റം കാണത്തില്ല. അതിനുശേഷം നമ്മുടെ ദയൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിൻ്റെയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവി, വേറെ ആരുടെയും കയ്യിലിരിക്കുന്ന മൂവിയല്ല, നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ചെയ്യുന്ന മൂവിയാണ്. അപ്പം ഒന്നും പുറയിലോട്ടോ ഒന്ന് പിന്നിലോട്ടോ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. കാര്യം വിനീത് ശ്രീനിവാസൻ എടുക്കുന്ന മൂവിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി മൂവിയാണ്. ഫാമിലി ഓഡിയൻസും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന മൂവികളാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ എടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷങ്ങൾക്ക് ശേഷം ആവേശം. മൂന്നാമത്തെ മൂവി നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ഒരു മൂവിയാണ്, ജയ് ഗണേഷ് എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ 3 പേരും നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരും കാസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഒരു വമ്പൻ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് നമ്മുടെ 11-ാം തീയതി എനിക്ക് നടക്കാൻ പോകുന്നത്. എനിക്കൊന്ന് പണ്ട് കാലങ്ങളൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പടം, മോഹൻലാൽ പടം, അങ്ങനെ. ഇപ്പോൾ അവരുടെ പടം നമ്മുടെ വെക്കേഷൻ ടൈമിലോട്ട് വരുന്നില്ല. പിന്നെ വെക്കേഷന് വരുന്ന ഒരാളുണ്ട്, നമ്മുടെ ദിലീപേട്ടൻ്റെ ഡേറ്റ് ഇച്ചിരി പുറയിലോട്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, 26 ഇറങ്ങുന്നത് കേട്ടോ. അന്നും 2 മൂവിയുണ്ട്. അതിനകത്ത് നമ്മുടെ വേറെ കാര്യം ദയൻ ശ്രീനിവാസൻ്റെ വേറൊരു മൂവി അതിനകത്തുണ്ട്. രണ്ടും കൂടാണ് ഇറങ്ങുന്നത്. 26-ാം തീയതിയാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു ഫാമിലി എൻ്റർടൈൻ മൂവി ഇറങ്ങുന്നുണ്ട്. ദിലീപിൻ്റെ ഏറ്റവും പുതിയ മൂവിയായിട്ടുള്ള പടത്തിൻ്റെ പേരും കാര്യങ്ങളും വരുന്നത് പവി കെയർ ടേക്കർ എന്നാണ് മൂവിയുടെ പേരും കാര്യങ്ങളും വരുന്നത്. അതൊരു കോമഡി പടം തന്നെ ആയിരിക്കും. പഴയ ഒരു ദിലീപിനെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പ് ഞാൻ പറയുന്നു ആ മൂവിയിലൂടെ. കാര്യം അതിൻ്റെ ട്രീസറും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു. ട്രെയിലറാണോ ട്രീസറാണോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു കോമ്പറ്റീഷൻ അല്ല, ഒരു കോമഡി പീസായിട്ട് തന്നെയാണ് നമ്മുടെ ദിലീപേട്ടൻ വീണ്ടും വരുന്നത്. നമ്മുടെ ജനപ്രിയ നായകൻ വീണ്ടും തിരിച്ചെത്തുന്നു. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ദിലീപിൻ്റെ മൂവി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വെക്കേഷൻ സമയങ്ങളിൽ കോമഡി മൂവി ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് ദിലീപിൽ നിന്ന്. അതാണ് വേണ്ടത് ദിലീപിൻ്റെ. അല്ലാതെ ഒരു ആക്ഷൻ മൂവിയൊന്നും ആരും വലുതായിട്ട് പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ കോമഡി ആണെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കും. അതാണ് ദിലീപിൻ്റെ ഒരു പ്രത്യേകത. ദിലീപിൻ്റെ കോമഡിയും കാര്യങ്ങളൊക്കെ വേറൊരു ലെവൽ തന്നെയാണ്. കാണിക്കുന്ന കാര്യങ്ങളെല്ലാം വേറൊരു ലെവൽ പീസ് തന്നെയാണ്, നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ദയൻ ശ്രീനിവാസൻ്റെ ആ മൂവിയുടെ നിയമവും കാര്യങ്ങളും വരുന്നത്, ദയൻ ശ്രീനിവാസൻ്റെ മൂവി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന ഒരു മൂവിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ 26-ാം തീയതി കോമ്പറ്റീഷൻ ആവുന്ന 2 ആൾക്കാരാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ദിലീപിൻ്റെ മൂവിയും ദേവൻ ശ്രീനിവാസൻ്റെ മൂവിയാണ് ഏറ്റുമുട്ടുന്നത്. എന്തായാലും വലിയൊരു മൂവി ഈ മാസം നമുക്ക് പ്രേക്ഷകർക്ക് നല്ല അടിപൊളി ഒരു കോമ്പറ്റീഷൻ മൂവി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ പറഞ്ഞിട്ടില്ലേ ഏത് പടം എടുക്കണം, നമ്മൾ ലോൺ എടുക്കണോ ഇനി മലയാളം പടം കാണാൻ വേണ്ടി, ആ രീതി ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളം പടങ്ങൾ. ഒരു കാലത്ത് കഷ്ടകാലം എന്ന് പറയാം നമുക്ക് മലയാളം പടം, പക്ഷെ ഇന്ന് നമ്മുടെ മലയാളം പടം എന്ന് വെച്ചാൽ രാജാവാണ്, രാജാവ് ആ രീതിയിൽ എത്തിയിരിക്കുന്നു. നമ്മളെ കഷ്ടകാലമൊക്കെ മാറി നല്ല കാലം എത്തിയിരിക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മൂവി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് തിയേറ്റർ വഴിയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൂടി പറയുക. എനിക്ക് തോന്നുന്നു ആവേശവും വർഷങ്ങൾക്ക് ശേഷം അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബുക്കിംഗ് ആക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ മൂവിങ് കാര്യങ്ങളുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും പങ്കുവെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിന് വരെ നിങ്ങളുടെ സ്വന്തം നിധി ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ ആരും. ഓക്കെ.